വിദേശ രാജ്യങ്ങളിലുള്ള ഉപരിപഠനത്തിന് ഏറ്റവും മികച്ചവയിലൊന്നായി കണക്കാക്കുന്ന രാജ്യമാണ് കാനഡ. എന്നാൽ ഈ മതിപ്പ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാനഡയുടെ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് വകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം പഠനത്തിനായി എത്തിയ നിരവധി വിദ്യാർത്ഥികളെ കാണാനില്ല. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാത്രം 50,000 വിദ്യാർത്ഥികൾ കോളേജുകളിൽ ഹാജരായില്ല. കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളുടെ 6.9% ആണിത്. കോളേജുകളിൽ ഹാജരാകാത്ത, ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു എന്ന വിവരമില്ല. ഇതിൽ 20,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നു എന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ആകെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ 5.4%ആണിത്. കാനഡയിലെ ചില കോളേജുകൾ അനധികൃത കുടിയേറ്റ ശൃംഖലയുമായി ബന്ധമുള്ളവയാണ് എന്ന് ഇന്ത്യൻ അധികാരികൾ കണ്ടെത്തിയിട്ടുണ്ട്. പഠനത്തിനെന്ന വ്യാജേന ചില വിദ്യാർത്ഥികൾ സ്റ്റഡി പെർമിറ്റ് ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് പോയതായും ആരോപണമുണ്ട്. ഈ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് കാനഡയുടെ സ്റ്റുഡന്റ് വിസ സംവിധാനത്തിലെ വീഴ്ചകളെപ്പറ്റി ചോദ്യം ഉയരുകയാണ്. കോളേജുകളിൽ വിദ്യാർത്ഥികൾ ഹാജരാകാത്തതിന് നിരവധി കാരണങ്ങൾ പരിഗണിക്കുവാൻ കഴിയും. അംഗീകൃതമല്ലാത്ത ഏജന്റുമാർ ജോലി വാഗ്ദാനം ചെയ്തും സ്ഥിരതാമസം ഉറപ്പു നൽകിയുമാണ് വിദ്യാർത്ഥികളെ കാനഡയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ വ്യാജമാണ് എന്ന് അകപ്പെട്ടതിനു ശേഷം മാത്രമാണ് തിരിച്ചറിയുന്നത്. കാനഡയിൽ എത്തിയതിനു ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നുള്ള മേൽനോട്ടം ഇല്ലാത്തതാണ് രണ്ടാമത്തെ കാരണം. ട്യൂഷൻ ഫീസിനെ സംബന്ധിച്ചുള്ള കർശനമായ നിബന്ധനകൾ അവിടെ ഇല്ല. കാനഡയിൽ പഠനത്തിനായി എത്തുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ഇവരുടെ മാതാപിതാക്കൾ പഠനാവശ്യത്തിനുള്ള ലോണുകളെടുത്താണ് കാനഡയിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനഡയിൽ എത്തിയാൽ തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ജോലി ചെയ്ത് പണം സമ്പാദിക്കുവാനാണ് ശ്രമിക്കുന്നത്. പഠനത്തിനിടയിൽ ചെയ്യുന്ന ജോലികൾ കൊണ്ട് കടം മുഴുവനും തിരികെ അടയ്ക്കാം എന്നുള്ള ചിന്താഗതിയോടെയാണ് കാനഡയിലേക്ക് വിമാനം കയറുന്നത്. ഒരു ദിവസം തന്നെ 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ചില വിദ്യാർത്ഥികൾ പെർമനന്റ് റെസിഡൻസി കരസ്ഥമാക്കാനാണ് മുൻഗണന നൽകുന്നത്. അത്തരം കേസുകളിൽ സ്റ്റഡി പെർമിറ്റിന്റെ എല്ലാ വ്യവസ്ഥകളും ഇവർ ലംഘിക്കുകയാണ്. കാനഡയിലെ വിദ്യാഭ്യാസ നയത്തിന്റെ മറവ് പിടിച്ച് ഒരുപാട് വിസ തട്ടിപ്പുകൾ നടന്നു വരുന്നുണ്ട്. കാനഡയുടെ കുടിയേറ്റ സംവിധാനത്തിലെ പാളിച്ചകളാണ് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.